അട്ടപ്പാടിയിൽ അവശനിലയിൽ കണ്ടെത്തിയ പുലിയെ വിദഗ്ധ ചികിത്സ നൽകിയ ശേഷം വനത്തിൽ തിരികെ വിട്ടു. പറമ്പിക്കുളം കടുവാ സങ്കേതത്തിലേക്കാണ് പുലിയെ തുറന്നുവിട്ടിരിക്കുന്നത്. നിഖിൽ പ്രമേഷ് പുലിയുടെ വിശേഷങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. കാട്ടാന, കടുവ, പുലി, ആന, മയിൽ, ഒട്ടകം ഇതെല്ലാം ഉണ്ട് നമ്മുടെ നിഖിൽ പ്രമേഷിന്റെ കയ്യിൽ. പറയൂ നിഖിൽ. ഗുഡ് മോർണിംഗ് സ്കൈൻ. എന്നെ കാണുമ്പോൾ തന്നെ പ്രേക്ഷകർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും ഇല്ലേ എന്നാണ് ചോദിക്കുന്നത് സ്കൈൻ. എന്തായാലും ഇന്നൊരു പുലി വാർത്തയാണ്. നേരത്തെ ജൂൺ 10-ന് ഈ അട്ടപ്പാടിയിലെ വട്ടലക്കി വനമേഖലയിൽ നിന്ന് പിടികൂടിയിട്ടുള്ള അല്ലെങ്കിൽ അവശനിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് വനവകുപ്പ് പിടികൂടിയിട്ടുള്ള ഒരു പുലിയായിരുന്നു, പുള്ളിപ്പുലിയാണ്. ആ പുലി ആ സമയത്ത് വളരെയധികം അവശതയിലായിരുന്നു. അതായത് കഴുത്തിന് കടുവയുടെ ആക്രമണമേറ്റ പുലിയായിരുന്നു. ആ പുലിയുടെ ആരോഗ്യനില വളരെ മോശമായിരുന്നു. ഇതേ തുടർന്നാണ് പുലിയെ ആദ്യം വട്ടലക്കിയിൽ തന്നെ അട്ടപ്പാടിയിൽ തന്നെ ചികിത്സ നൽകുകയും തുടർന്ന് ജൂൺ 15-ന് ധോണിയിലേക്ക് മാറ്റി. അവിടെ വെച്ച് വിദഗ്ധ ചികിത്സയാണ് നൽകിയത്. ഒരുപക്ഷെ അതിൻ്റെ ജീവൻ തിരികെ കൊണ്ടുവരാൻ പറ്റുമെന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥർ പോലും കരുതിയതല്ല. എന്നാൽ കൃത്യമായിട്ടുള്ള ചികിത്സ തൃശ്ശൂരിൽ നിന്നുള്ള വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡിന്റെ നേതൃത്വത്തിലുള്ള സംഘം നൽകുകയും ഈ കഴിഞ്ഞ ദിവസത്തേക്ക് അതിന്റെ ആരോഗ്യനില തൃപ്തികരമാവുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതിയോടുകൂടി ആ പുലിയെ ഇപ്പോൾ വനത്തിൽ തുറന്നു വിട്ടിരിക്കുകയാണ്. അത് പൂർണ്ണ ആരോഗ്യവാനാണ് എന്നുള്ളതാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സ്വയം ഇര പിടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അത് മാറിയതിനാൽ അതിനെ ഇപ്പോൾ വനത്തിൽ തുറന്നു വിട്ടിരിക്കുകയാണ്. അതിന്റെ ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള വാഹനത്തിൽ പുലർച്ചെയായിരുന്നു ഇതിനെ വനത്തിലേക്ക് തുറന്നു വിട്ടത്. ഈ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. പുറകെ നിന്നുകൊണ്ട് ആ ഗേജ് മുന്നിലേക്ക് ഉയർത്തുന്നു. അപ്പോഴത് നേരെ വനം കണ്ട സന്തോഷത്തിൽ വനത്തിലേക്ക് കടന്നു പോവുകയാണ് ഉണ്ടായത്. പറമ്പിക്കുളം കടുവാ സങ്കേതത്തിലേക്കാണ് ഇതിനെ തുറന്നു വിട്ടത്. സാധാരണഗതിയിൽ എവിടെ നിന്നാണോ ഈ പുലിയെ പിടികൂടുന്നത് അവിടെ തന്നെയാണ് തുറന്നു വിടാറ്. പക്ഷേ ഇത്തവണ കടുവയുടെ ആക്രമണമാണ് ഉണ്ടായത് എന്നുള്ളതുകൊണ്ട് വീണ്ടും ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ട് ആ വനത്തിൽ തുറന്നു വിടാതെ മറ്റൊരു വനത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഇതിൻ്റെ ഒരു കൗതുകം എന്ന് പറയുന്നത് സ്കൈൻ, ഇപ്പോൾ ഏതാണ്ട് ഒരു മാസത്തിനടുത്ത് ഈ ധോണിയിലെ ക്യാമ്പിലാണ് ഈ പുലി ഉണ്ടായിരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ അവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് പുലി ഒരുപാട് ഇണങ്ങിയിരുന്നു. അപ്പോൾ അതും വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആശങ്കയാണ്. കാരണം മനുഷ്യരുമായി ഇണങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് വനത്തിലേക്ക് ഇവ പോകുക സാധ്യത കുറവാണ്. പോയാലും തിരികെ വരും. അങ്ങനെ ഒരു ആശങ്കയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുലഭമായി നാട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടാൻ തുടങ്ങിയ പിന്നെ വനത്തിലേക്ക് ഇവ പോകാതെയാവും. അങ്ങനെയുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് വേഗത്തിൽ തന്നെ അത് ആരോഗ്യവാനായി എന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ വനത്തിൽ തുറന്നുവിടുന്ന സാഹചര്യം. താങ്ക് യു നിഖിൽ പ്രമേഷ്.